നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിലെ എടമറുക് CHCയിലാണ്. ഫെബ്രുവരി 14 ലോകത്തിലെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ദിനമാണല്ലേ, പ്രണയദിനം. അന്ന് ഞങ്ങളുടെ ഈ മേലുകാവ് എടമറുകിൽ ഒരു സന്തോഷ വാർത്ത ഉണ്ടായിട്ടുണ്ടായിരുന്നു. ദൈവത്തിന്റെ കരങ്ങൾ താലോലിച്ച ഒരു ദിനം, മാലാഖമാരുടെ കരുതലേറ്റ ഒരു ദിനം. എന്താണെന്നുള്ള ഒരു അത്ഭുതകരമായ വാർത്ത നമുക്ക് പ്രിയപ്പെട്ട ഡോക്ടർ, മേഡം പേര് പറയാം. ഞാൻ ഡോക്ടർ ശോഭശ്രീ, ഇവിടുത്തെ അസിസ്റ്റന്റ് സർജനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു, വാലന്റൈൻസ് ഡേ ആയിരുന്നു. അപ്പം ഞാൻ നോർമലി OP നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവിടുത്തെ അസിസ്റ്റന്റ് സർജനായിട്ട് ഡോക്ടർ ജോൾസിനെ എന്നെ വിളിച്ചത്. ഒരു പ്രഗ്നന്റ് ലേഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പെയിനായിട്ട് വന്നത്. അപ്പോൾ നോർമലി ഞങ്ങൾ ഇവിടെ ഡെലിവറി എടുക്കാറില്ല, അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ വിചാരിച്ചു നോക്കിയിട്ട് വിടാം, സേഫ് ആണെങ്കിലേ എന്നാണ്. പക്ഷെ അപ്പോഴാണ് നമുക്ക് എക്സാമിൻ ചെയ്തപ്പോൾ മനസ്സിലായി അവർ ഇൻ ലേബറാണ്, ആക്റ്റീവ് ലേബറിലായിരുന്നു, കൺട്രാക്ഷൻസ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ തലേദിവസം കണ്ട് പെയിൻ തുടങ്ങിയതാണ്, അവർ വെച്ചിരുന്നിട്ടാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾക്ക് ഇതുവരെ ഡെലിവറി ഇപ്പോൾ ഇവിടെ പണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ഫേസ് ചെയ്യുന്നത്. നമ്മൾ നോക്കിയപ്പോൾ കൺട്രാക്ഷൻസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഇത് വെച്ചിട്ട് ഞങ്ങൾ ഡെലിവറി എടുത്തു. അപ്പം മന്മരനൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ തന്നെയാണ് ഡെലിവറി എടുത്തത്. പിന്നെ അതിന് ഞങ്ങളുടെ സാറ് ജിജി സാറും ജോൾസിനെയും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നേഴ്സിംഗ് സ്റ്റാഫായിട്ടുള്ള ഷബ്ന, ടിൻഡു, പിന്നെ അനുമോള്, പിന്നെ ഡാലി സിസ്റ്റർ, പിന്നെ ജുബൈര, നെസ്ലി, പിന്നെ ആശ, MLSP സിസ്റ്റർമാർ, ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ സ്റ്റാഫും ഉണ്ടായിരുന്നു. ഇറ്റ്സ് എ ടീം വർക്ക്. കാരണം നമുക്ക് തന്നെ എടുക്കാനുള്ള ധൈര്യം എനിക്കും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ എടുത്തിട്ട് കുറെ കാലമായിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയുള്ളൊരു സാധാരണ ഒരു സെറ്റപ്പിൽ നമ്മളൊരു ഡെലിവറി എടുക്കുന്ന കാര്യം ആലോചിക്കാൻ പോലും നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് യൂട്രൈൻ ക്ലാമ്പുകളോ അല്ലെങ്കിൽ കോഡ് ക്ലാമ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ ആർട്ടറി വെച്ചിട്ടാണ് ഞങ്ങൾ ഇത് എടുത്തത്. സാധാരണ സിസേഴ്സ് വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്തായാലും കുഴപ്പമൊന്നും ഇല്ലാണ്ട് തന്നെ ബേബി കിട്ടി. വന്നപ്പം കുട്ടി കരഞ്ഞൊന്നുമില്ല. പിന്നെ ഞങ്ങൾ റിസക്സിറ്റേറ്റ് ചെയ്തു. ജിജി സാറൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ MO ഇൻചാർജാണ്. സാറുണ്ടായിരുന്നു, ഡോക്ടർ ജോൾസിനും സാറും കൂടിയിട്ട് ബേബീനെ സേഫാക്കി. പിന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ ആംബുലൻസ് വന്നിരുന്നു 108. പക്ഷെ അത് ഇവിടെ വന്നപ്പം അത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല, സെൽഫ് എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മുടെ ആംബുലൻസിലാണ് എൻ്റെ ഡ്രൈവറായിട്ടുള്ള ബിബിനാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് പാലയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്. അപ്പം നമ്മളെടുത്തപ്പം പ്ലാസൻ്റ് ഒക്കെ എടുക്കണമല്ലോ, മറുപിള്ള. അപ്പം അതൊക്കെ കംപ്ലീറ്റ് ആയിരുന്നു നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കോഡ് ശരിക്കും ക്ലാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇതൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ അവർക്കേ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ വിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ എത്തി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. പ്രിമച്ചർ ആയതുകൊണ്ട് അവിടെയും നമുക്ക് കൂടുതൽ വെന്റിലേറ്റർ സൗകര്യങ്ങൾ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു നല്ല നിയോനാറ്റൽ യൂണിറ്റ് ഒക്കെ വേണമല്ലോ. അപ്പം അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് അവിടുത്തെ ഗൈനക്കോളജിസ്റ്റ് മെഡിക്കൽ കോളേജിൽ വിട്ടു. പിന്നെ ഇപ്പം അറിയാൻ കഴിഞ്ഞത് ബേബിയും അമ്മയും കുഴപ്പമില്ലാണ്ടിരിക്കുന്നു. അതാണ് നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ സന്തോഷ വാർത്ത. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആ കുട്ടിയെ പിന്നെ ഒന്ന് കാണാൻ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. കാരണം ആ സമയത്ത് ബേബി സേഫ് ആണെന്ന് ഞങ്ങൾ അച്ഛന്, ആ കുട്ടിയുടെ കൂടെ അമ്മയുടെ കൂടെ ഹസ്ബൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ അപ്പം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബേബി സേഫ് ആയിട്ടാണ് വിട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നാലും പ്രിമേച്ചർ ആയതുകൊണ്ട് നമുക്കറിയില്ലായിരുന്നു എന്തായിരിക്കും പ്രോഗ്നോസിസ് എന്നൊക്കെ, സർവൈവ് ചെയ്യോ ബേബി എന്നൊന്നും. ശരിക്കും പറഞ്ഞാൽ അതൊരു വാലന്റൈൻസ് ഡേ ആയിരുന്നു. അതൊരു ബേബി ഗേൾ ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു ആ കുട്ടി സർവൈവ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ. ഒരു കുഴപ്പമില്ലാണ്ട് ഭഗവാൻ രക്ഷിച്ചു എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇറ്റ്സ് എ ടീം വർക്ക്. ഞങ്ങളുടെ MO ഇൻചാർജും അതുപോലെ മറ്റേ ഡോക്ടർ ജോൾസിനെയും ഞങ്ങളുടെ നഴ്സിംഗ് സ്റ്റാഫുകളും ബാക്കി ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫുകളും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊരു എന്താ പറയുക, നമ്മുടെ എടമറി CHC ഒരു ടീമായിട്ട് വർക്ക് ചെയ്യണമെന്നുള്ളൊരു ഏറ്റവും വലിയൊരു എക്സാമ്പിൾ. അതൊരു 1% ഒരു ആക്റ്റോ അല്ലെങ്കിൽ അതൊന്നുമില്ല, മൊത്തം ടീമാണ്. അപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റൽ ഒരു നല്ലൊരു ടീമാണ്. അത്രയും. അപ്പോ ഇവരുടെ ടീം വർക്കിന് പുറമെ ദൈവത്തിന്റെ കരസ്പർശങ്ങൾ സ്പർശിച്ച ഒരു ദിവസമായിരുന്നു അത്. ഒരു ഡിവൈൻ ഡേ ആയിരുന്നത്. കാരണം പ്രണയദിനത്തിൽ പിറന്ന ആ മാലാഖ കുഞ്ഞിനെ കാണാൻ ഇവരിപ്പോ കാത്തിരിക്കുകയാണ്, ആ ക്യൂട്ട് ബേബിനെ. എന്തായാലും നല്ലൊരു ശുഭമായ ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സന്തോഷ വാർത്തയോടൊപ്പം പങ്കുവെക്കാൻ ഞങ്ങൾക്ക് പറ്റിയതിൽ ഏറ്റവും സന്തോഷമുണ്ട്. എൻ്റെ കൂടുതൽ ക്യാമറ ചെയ്യുന്ന ചേട്ടനാണല്ലേ ബിബിൻ? ഓക്കെ, ആ ചേട്ടനാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അല്ലേ? അപ്പോൾ ആ ടൈം മോർണിംഗ് ആയിരുന്നു അല്ലേ? മോർണിംഗ് ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഡെലിവറി കേസ് വരികയും
നമ്മൾ അതിനെ അറ്റൻഡ് ചെയ്യും. പെട്ടെന്ന് വന്നപ്പോഴത്തേക്കും കൊണ്ടുപോകാനായിട്ട് അതെ അതെ, ഒരു ഭാഗ്യം കിട്ടിയല്ലേ. കുഞ്ഞിന്റെ നിലയും അത്ര സുരക്ഷിതമല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഫർ ചെയ്ത് കൊണ്ടുപോകേണ്ടതായ ആവശ്യമുണ്ടായിരുന്നു. അപ്പം നമ്മുടെ തന്നെ ആംബുലൻസിന് കൊണ്ടുപോകായിരുന്നു. ഇപ്പം ഞാനും എന്നോടൊപ്പം ഇവിടുത്തെ സ്റ്റാഫ് നേഴ്സും ഷബാനിസ്റ്റും MLSP ആശയും കൂടെ ഒരുമിച്ചാണ് ഞങ്ങൾ അമ്മയും കുഞ്ഞിനെയും കൊണ്ട് പാലായിലേക്ക് പോയത്. പോകുന്ന വഴിക്ക് തന്നെ നമ്മളവിടെ പാലായി വിളിച്ച് ആറമ്മയോട് വിളിച്ച് പറഞ്ഞതിനാൽ അവിടെ എല്ലാം അറേഞ്ച്ഡായിരുന്നു. അപ്പം ഇവിടെ നമ്മൾ ഓക്സിജൻ വെച്ചാണ് കുഞ്ഞിനെ കൊണ്ടുപോയത്. എങ്ങനെയെങ്കിലും ആ കുട്ടിയെ സേവ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര പേര് ആ കുട്ടിയുടെ ഒപ്പം അമ്മയുടെ കുഞ്ഞിനെ ഒപ്പം പോയത്. അപ്പം അവിടെ ചെന്ന് അവർ സ്വീകരിച്ചു. എല്ലാ കുഞ്ഞിനെ അമ്മയ്ക്കും നമ്മൾ കാര്യമെല്ലാം നേരത്തെ പറഞ്ഞിരുന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കെയർ കൊടുക്കാൻ സാധിച്ചു. ബേബി സുരക്ഷിതമാണെന്ന് പറഞ്ഞു. മേഡം എത്ര വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു? ഞാൻ ഇപ്പോൾ 4 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. ഞാൻ ജോയിൻ ചെയ്ത് ഇവിടെയാണ്. 2005 ഇവിടെ ജോയിൻ ചെയ്തതാണ്. അതിനുശേഷം ഒന്ന് ചുറ്റിക്കറങ്ങി വീണ്ടും ഇവിടെ 2019 വീണ്ടും ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ബത്ത് രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ ആവശ്യമായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കുട്ടി സുഖമായിരിക്കുന്നു എന്ന് പറഞ്ഞു. വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ട്, ഫീഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. കുട്ടിക്ക് ഹന്ന അലോഷ്യസ് എന്ന് പേര് ഇട്ടതായിട്ട് അറിയാം. ഹന്ന അലോഷ്യസ് എന്നാണ് ആ പ്രണയ ദിനത്തിൽ പിറന്ന ആ സുന്ദരി കുഞ്ഞാവയുടെ പേര്. പേഷ്യന്റിനോടൊപ്പം ആരൊക്കെ ഉണ്ടായിരുന്നത്? എത്ര സമയമായിരുന്നു അവർ വന്നപ്പോൾ? വെള്ളിയാഴ്ച രാവിലെ 9:15 ലേഡി ഓട്ടോറിക്ഷയിൽ നമ്മുടെ ഇവിടെ എത്തുന്നത്. ഹസ്ബൻഡ് അമ്മയോടുകൂടി നല്ല പെയിനോടുകൂടിയാണ് നമ്മുടെ ഇവിടെ വന്നത്. അതിനുശേഷം ഡോക്ടറെ വിളിച്ച് നോക്കുമ്പോൾ ഡെലിവറി പെയിൻ ആണെന്ന് നമുക്ക് മനസ്സിലാവുകയും അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ പ്രണയദിനത്തിൽ പറഞ്ഞ ആ സുന്ദരി കുഞ്ഞാവയിൽ ഈ ഭൂമിയിലേക്ക് വരാനായിട്ട് സഹായിച്ച മാലാഖ കുഞ്ഞുങ്ങളാണ്, മാലാഖ കുട്ടികളാണ് നിങ്ങളല്ലേ? ഓക്കെ. അപ്പോൾ എന്ത് തോന്നുന്നു? ഞങ്ങൾക്ക് സന്തോഷം തോന്നുന്നു. ആ കുട്ടിക്ക് ഒരു കുഴപ്പമില്ലാതെ ഇവിടെ നമുക്ക് രക്ഷിച്ച് പാലായി വരെ കൊണ്ടുപോകാൻ പറ്റി. വേറൊരു കുഴപ്പമില്ലാതെ എത്തിക്കാൻ പറ്റി. ഞങ്ങൾക്ക് സന്തോഷം തോന്നുന്നു. കുട്ടിക്ക് പേര് വിട്ടു. ഹന്ന എന്നാണ് കുഞ്ഞിൻ്റെ പേര്. കുഞ്ഞിനെ കാണാൻ കാത്തിരിക്കുകയാണല്ലേ? കാണാൻ കാത്തിരിക്കുന്നു. ഓക്കെ, എന്തായാലും നന്ദി, താങ്ക് യു. പ്രിയപ്പെട്ട ഹന്ന അലോഷ്യസിനെ ഈ മേലിക്കാവും എടമറുക് PHSയും കാത്തിരിക്കുകയാണ്. ആ സുന്ദരി കുഞ്ഞിൻ്റെ വരവിനായിട്ട് എടമറുക് PHSയിൽ നിന്നും നന്ദി, നമസ്കാരം.